തീർത്ഥം വാങ്ങേണ്ട സ്ഥലവും എല്ലാം കാണിച്ചു കൊടുത്ത് നെയ്യൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടൊക്കെ അത്ര. പിന്നെ നോക്കുമ്പോൾ അമ്മേനെ കാണാനില്ല, അമ്മയുടെ രൂപം പറഞ്ഞു തരാനും അവർക്ക് അറിയണില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ മാസം കൂടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു മുടക്കൊന്നും ഇല്ലാതെ നടക്കാനായിട്ട്. അപ്പോൾ വിചാരിച്ച മാതിരി ഇന്ന് കുറേ കല്യാണം കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു 300ഓളം ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നല്ല സംതൃപ്തി, കണ്ണൊക്കെ അങ്ങോട്ട് നല്ല ഹാപ്പിയായി. വിചാരിച്ച പോലെ തന്നെ, കാരണം ഇത്രയും ദൂരത്തുനിന്നല്ലേ വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് കല്യാണവും അരങ്ങേറ്റങ്ങളും ഇതൊക്കെ ആയിട്ട് ഭയങ്കര ഇതാണ്. പക്ഷെ ഭഗവാൻ കൂടെ ഉണ്ട്, കൊണ്ടുവന്ന ആളെ തന്നെ ഇതെല്ലാം സാധിപ്പിച്ചു. അതെ അതെ. എവിടുന്ന വരുന്നത്? കണ്ണൂര് തലശ്ശേരിന്നായിരുന്നു വരുന്നത്. ആദ്യമായിട്ടാണ് വരുന്നത്. എന്താ ഫീല് വന്നു തൊഴുതപ്പോ? ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചില്ല, കാരണം ജസ്റ്റ് വന്നപ്പോൾ നമുക്കൊന്നും അറിയില്ല, എങ്ങനെയാ ഇതിന്റെ ടൈമിങ്സ് ഒന്നും അറിയില്ല. അപ്പൊ ജസ്റ്റ് വന്ന് കയറിയപ്പോൾ തന്നെ നമ്മൾ ഡയറക്റ്റ് ക്യൂവിൽ നിൽക്കാൻ പറ്റി, വേഗം തന്നെ നമുക്ക് ദൈവത്തിന്റെ അടുത്ത് എത്താൻ പറ്റി. പിന്നെ വിചാരിച്ചാലും ഭംഗിയായി തൊഴാനും പറ്റും. അപ്പം നമ്മൾ തീരെ പ്രതീക്ഷിക്കുന്നില്ല, അറിയില്ല, ലേറ്റ് ആവും, ആദ്യമായിട്ടല്ലേ. അപ്പം പലരോടും ചോദിച്ചു. അപ്പം നമുക്ക് അറിയാത്തതിൻ്റെ ഒരു ഇതുണ്ടാവല്ലോ. പക്ഷേ നമ്മൾ വരുന്നത് 4 മണിക്കാണ്, പക്ഷെ 7 മണിയാകുമ്പോഴത്തേക്കും തൊഴുതു, അതും ഭംഗിയായി മുമ്പ് തന്നെ നിന്ന് തൊഴാൻ പറ്റി. മുമ്പ് എന്തെങ്കിലും അനുഭവങ്ങൾ, ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ? ഇല്ല, അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഇല്ല, പക്ഷെങ്കിൽ എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതെ, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ. അതെ, ശരി. ഭഗവാന്റെ ഉത്തമ ഭക്തിയാണോ? നമ്മള് ദൈവത്തിന്റെ അടുത്ത് തന്നെ വരുന്നതാണ്. അതെ, കണ്ണൂര് തലശ്ശേരി അല്ലേ? വീട്ടില് ഉത്സവം ഉള്ളതാണ്. അതെ, അതുകൊണ്ട് ദൈവത്തിന്റെ അടുത്ത്. അമ്മ ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ടല്ല, കുറെ കാലത്തിന് ശേഷം. ഭർത്താവിനോട് വന്നാൽ ദൈവം കൂടെയുള്ള പോലെയാ. അതെ, എവിടെയും മുടക്കം ഉണ്ടാവില്ല. അതെ അല്ലേ? നമ്മളിവിടെ തൊഴാൻ നിന്നപ്പോ തന്നെ വേഗം തൊഴാൻ പറ്റി. അമ്മയ്ക്ക് എന്താ തോന്നി ഭഗവാനെ കണ്ട്? നല്ല സംതൃപ്തി, കണ്ണൊക്കെ അങ്ങോട്ട് നല്ല ഹാപ്പിയായി. വിചാരിച്ച പോലെ തന്നെ, കാരണം ഇത്രയും ദൂരത്തുനിന്നല്ലേ വരുന്നത്. പിന്നെ നല്ല ഭംഗിയായി എല്ലാ ക്ഷേത്രങ്ങളും കണ്ട്. ബലരാമന്റെ അടുത്ത് പോയി, അമ്മയുടെ അടുത്തേക്ക് പോവാണ്. ബാലാജി ഗുഡി പോയി, വെങ്കടാചലപതി അവിടെ പോയി. പിന്നെ ബലരാമ ക്ഷേത്രം, നെന്മനി, ഇവിടെയൊക്കെ എല്ലാം കഴിഞ്ഞു. ഇവിടെയൊക്കെ നല്ല ഭംഗിയായി. നമ്മളെ വിചാരിച്ചിട്ടില്ല, പുറത്തുനിന്ന് തൊഴുതിട്ട് പോകേണ്ടി വരുന്ന വിചാരിച്ചത്. അത്രയും തിരക്കാണ്, വൈശാഖ മാസം കൂടിയാണ്. അത് മാത്രമല്ല, ഒരുപാട് കല്യാണവും അരങ്ങേറ്റങ്ങളും ഇതൊക്കെ ആയിട്ട് ഭയങ്കര ഇതാണ്. പക്ഷെ ഭഗവാൻ കൂടെ ഉണ്ട്, കൊണ്ടുവന്ന ആളെ തന്നെ ഇതെല്ലാം സാധിപ്പിച്ചു. തിരിച്ചെത്തിക്കുക. ഇനിയിപ്പോ അമ്മയുടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എത്ര അടുത്തുനിന്ന് വന്നാലും കാര്യമില്ല. അപ്പൊ ഭഗവാൻ വിചാരിക്കാത്തൊരു ക്യൂല് എന്താ അറിയില്ല, നമ്മള് തിരിച്ചിട്ട് പുറത്ത് നിൽക്കാന്നുള്ള, പുറത്തുനിന്ന് തൊഴുത് ഭണ്ണാരത്തിലേക്ക് ഇതുണ്ടായിരുന്നു, നമ്മളെ നേർച്ച ഉണ്ടായിരുന്നു. അപ്പൊ അത് ഭഗവാന്റെ തൃപ്പടിയിൽ വെക്കണം എന്നുള്ള ഇതായിരുന്നു. അപ്പൊ തൃപ്പടിയുടെ അടുത്ത് പറ്റില്ല, അതിന്റെ തൊട്ടിപ്പുറത്ത് അനന്തശയനം ഉണ്ടല്ലോ, അവിടെ എല്ലാ സമർപ്പണവും നടത്തി സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ഒരുപാടും കഴിച്ചു. തിരിച്ച് നാട്ടിലേക്ക് സന്തോഷത്തോടെയാണ് തിരിച്ചു വളർന്നത്. വളരെ സന്തോഷം. ആയിക്കോട്ടെ, അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഉള്ളൂ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ദർശനം കിട്ടണേ എന്ന് പറഞ്ഞ് ഇറങ്ങി. അന്നിവിടെ വന്നപ്പോൾ ഉച്ചയായി, അപ്പോൾ വരിയിലേക്ക് കടക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഊണിൻ്റെ വരിയിൽ പോയിരുന്നു. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് വന്ന് അടുത്ത 3:30 വരിയിൽ നിന്ന് ഞാൻ ഭഗവാന്റെ നല്ല ദർശനം കണ്ട് തിരിച്ചു പോയി. എനിക്ക് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ദിവസം നന്നായി നമുക്ക് ദർശനം കിട്ടി. എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഭഗവാനെ വിചാരിച്ച പോലെ നമുക്ക് കണ്ടു പോകാനായിട്ട് സാധിക്കാറുണ്ട്. എല്ലാ മാസവും വരണം എന്നാണ് നല്ല ആഗ്രഹമുള്ള ഒരാളാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ഭഗവാനോട് പറഞ്ഞത് സാധിച്ച് അങ്ങനെ തോന്നാറുണ്ടോ? എല്ലാം ഭഗവാനിൽ തന്നെയാണ് അർപ്പിച്ച് വരുന്നത്. എന്ത് സങ്കടമായാലും അനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കുണ്ടായില്ല. എൻ്റെ ഒരു മകന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തൊഴാൻ വന്നപ്പോൾ അവർ പുലർച്ചയ്ക്ക് തൊഴാൻ വേണ്ടിയിട്ട് വാഗച്ചാർത്ത് കാണാൻ വന്നപ്പോൾ അവർക്ക് അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഇത് തോന്നി. ഒരു 6 മാസമായി അടുപ്പിച്ച് പുലർച്ചയ്ക്ക് തൊഴാൻ വരുന്നു. ഒരു മാസത്തിലൊരു ദിവസം വ്യാഴാഴ്ച ദിവസം ചോദിച്ചിട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച വന്നപ്പോൾ ഒരു വയസ്സായ ഒരു അമ്മ വന്നിട്ട് ഇവർ എവിടുന്ന വന്ന് എന്താണെന്നൊന്നും അവർക്ക് അറിയണില്ല. ഇവർ 2 പേരുണ്ടായിരുന്നു. ആങ്ങളുടെ ഒരു മോനും കൂടി വന്ന് അവരവിടെ നിന്ന് വരിയിൽ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് ബാക്കിലാണ്. അപ്പോൾ ഇവരോട് അവിടെ എന്താ മക്കൾ അവിടെ ഇരിക്കണം,
നിങ്ങൾ വരുമോ പറഞ്ഞിട്ട് വഴി കാണിച്ചു കൊടുക്കാന്ന്. അതെ ആ അത് കഴിഞ്ഞ് ഇവരേനെ തൊഴേണ്ട സ്ഥലങ്ങളും ഒക്കെ അവർ കാണിച്ചു കൊടുത്ത്, അതുപോലെ തന്നെ തീർത്ഥം വാങ്ങേണ്ട സ്ഥലവും എല്ലാം കാണിച്ചു കൊടുത്ത്, നെയ്യൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടൊക്കെ അത്ര. പിന്നെ നോക്കുമ്പോൾ അമ്മേനെ കാണാനില്ല, അമ്മയുടെ രൂപം പറഞ്ഞു തരാനും അവർക്ക് അറിയണില്ല എന്ന് പറഞ്ഞു. ഒരു നല്ല പ്രായമായ ഒരു അമ്മയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം മകനുണ്ടായി ഇപ്പോൾ വന്ന ദിവസം. നമ്മൾ പിന്നെ അത്രയാണ്ട് എനിക്ക് ഒന്നും പിന്നെ പറയാനൊന്നും എനിക്ക് അറിയില്ല. എന്നാലും പറ്റുമ്പോഴൊക്കെ ഭഗവാന്റെ അടുത്ത് വരാറുണ്ട്. വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെ ശരി. ഞങ്ങൾ കല്യാണം നടത്തിയത്. അതെ, ലവ് മാരേജ് ആണ്. അതെ, ഞങ്ങളെ 7 കൊല്ലമായിട്ടുള്ള ലവ് മാരേജ് ആണ്. അതെ, ഭഗവാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഗ്രഹം. അതുപോലെ തന്നെ അപ്പൊ ഒന്നും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ജീവിതത്തിൽ. എന്താ പറയാളേ? വളരെ സന്തോഷം. ഞാൻ കഴിഞ്ഞ മാസം കൂടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു മുടക്കൊന്നും ഇല്ലാതെ നടക്കാനായിട്ട്. അപ്പോൾ വിചാരിച്ച മാതിരി ഇന്ന് കുറേ കല്യാണം കെട്ടുണ്ടായിരുന്നു, ഒരു 300ഓളം ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാം സ്മൂത്തായിട്ടൊക്കെ നടന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം. 7 വർഷത്തെ പ്രണയ സാഫല്യാണ്. അതെ. അപ്പോൾ ഞങ്ങളുടെ വക എല്ലാ മംഗളാശംസകളും. എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട്. ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും കഥകളും എത്ര പറഞ്ഞാലും തീരില്ല. അത്രത്തോളം ഉണ്ട് ഭഗവാന്റെ മഹത്വങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഈ അനുഭവ കഥകൾ? എല്ലാ ഭക്തർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതലായും ഗുരുവായൂരപ്പനിലേക്ക്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണനിലേക്ക് നിങ്ങൾ കുറച്ചുകൂടി അടുത്ത് വന്ന് ഞങ്ങൾ കരുതുകയാണ്. ഭക്തജനങ്ങളുടെ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതെന്തു തന്നെയായാലും താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കണ്ട കേട്ടോ. ഒരു കാരണവശാലും മടിക്കരുത്. ഇനിയിപ്പോൾ ഒന്നും എഴുതാനില്ല എങ്കിൽ പോലും ഭഗവാന്റെ നാമങ്ങൾ എഴുതിക്കൊള്ളുക. നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, കൃഷ്ണാനുഭവങ്ങളോ ആരാധിക്കുന്ന മൂർത്തികളുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും നമ്മുടെ ഒഫീഷ്യൽ നമ്പറില്ലേ, അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അനുഭവങ്ങൾ ഞങ്ങൾ തീർച്ചയായും വായിക്കുന്നതാണ്. നമ്മുടെ ചാനലിലും അല്ലെങ്കിൽ വാട്സപ്പ് കൂട്ടായ്മയിലും ഒക്കെ ഇടുന്നതായിരിക്കും. അതെല്ലാം കേൾക്കുമ്പോൾ മറ്റുള്ള ഭക്തജനങ്ങൾക്കും ഒരു അനുഭൂതിയാണല്ലോ, അല്ലെങ്കിൽ അവർക്കും കൂടുതലായും ഭഗവാനിലേക്ക് അടുക്കുവാനുള്ള അവസരമാണ് ഇതുവഴി ഭക്തരൊരുക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും മടിക്കേണ്ട. നിങ്ങളുടെ അനുഭവ കഥകൾ തീർച്ചയായും എഴുതി അറിയിച്ചു കൊള്ളുക. ശരി, അപ്പോൾ വേറെ ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൃഷ്ണാനുഭവങ്ങളും വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തരെയും 2 കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാണാം, പകലാം. നന്ദി, നമസ്കാരം.